എന്നോട് ഫോട്ടോ സാധാ മടവൂരാര പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ, ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ. അതെ അതെ അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്താ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി ഖൽബും വലാ സൂറ. ചിത്രങ്ങളും അതുപോലെ നായകളുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കില്ല എന്നാണ്. എന്നാൽ ഈ ഗാനത്തിൽ പറയുന്നത് മടവൂർ ഷെയ്ഖിൻ്റെ ഫോട്ടോ അത് ജീവനുള്ളതാണെന്നും അത് വെറും ഒരു ചിത്രമല്ല എന്നുമാണ്. എന്നാൽ ഈ ഗാനം കേൾക്കുന്ന പലരും ചില വീടുകൾ പോയാൽ കാണാം അവരിഷ്ടപ്പെടുന്ന പലരുടെയും ഫോട്ടോകൾ വീട്ടിൽ തൂക്കി വെക്കുന്നത്. എന്നാൽ മടവൂർ ഷെയ്ഖിൻ്റെ ഫോട്ടോ അത്തരത്തിലുള്ളൊരു ഫോട്ടോ ഒന്നും അല്ല, അത് ജീവനുള്ള ഫോട്ടോയാണ് എന്ന രീതിയിൽ. മടവൂർ വലിയ പടച്ചവനാണോ എന്ന് ചോദിച്ചാൽ അതെ, പടച്ചവനാണെന്ന് പറയണമെന്ന്. ഈ സുന്നത്ത് ജമാഅത്ത് സുന്നി എന്നൊക്കെ പറഞ്ഞാൽ എന്തു തോന്നിയാൽ അങ്ങ് അത് അനുസരിക്കുക, എന്തു തോന്നിയാൽ തോന്നിയതുപോലെ ജീവിക്കുക എന്നത് ആണ് ജനങ്ങൾ വിചാരിച്ചത്. എന്നാൽ അതിനൊക്കെ പറയുന്നത് അതൊരു സാഹിത്യമാണ് പല രീതിയിൽ. നാം ഒരു ഫോട്ടോ വരക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ വെക്കുകയാണെങ്കിൽ അല്ലാഹു നാര പരലോകത്ത് പറയും, അഹ്യു മാ ഖലഖ്തും, നിങ്ങൾ സൃഷ്ടിച്ചതിന് നിങ്ങൾ ജീവൻ നൽകുക എന്ന് നാളെ പരലോകത്ത് പറയുമെന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ, മൃഗങ്ങൾ മുതലായ ജീവികളുടെ ഫോട്ടോകൾ വീട്ടിലിങ്ങനെ തൂക്കൽ, ഇതൊക്കെ അത്യാവശ്യത്തിന് ഇപ്പോൾ ഫോട്ടോ എടുക്കലുണ്ട്. നമ്മുടെ എന്തെങ്കിലും പാസ്പോർട്ടിന് വേണ്ടി പല രീതിയിലൊക്കെ എടുക്കലുണ്ട്. അതല്ല, അത് അനുവദനീയമാണ്. മറ്റു രീതിയിൽ ആദരവോടുകൂടി പടച്ചോനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത്ര രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഗാനത്തിനെ വിമർശിക്കുമ്പോൾ അത് സാഹിത്യമാണ്. പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും പലരും രംഗത്ത് വരുന്നതായി കണ്ടു. എൻ്റെ പ്രിയമുള്ളവരെ, തനിക്കെന്ത് തോന്നുന്നോ ആ തോന്നുന്നത് പോലെ ചെയ്യുക, എന്നിട്ട് അവസാനം അത് സാഹിത്യമാണെന്നും പലതും പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ, സുന്നികളെ വളരെ നിസ്സാരമായി എവിടെയെങ്കിലും ഒരു പച്ച കുട വിറച്ച് കണ്ടാൽ പോയി അവിടെ സിയാറത്ത് ചെയ്ത് അയാളെ വലിയാക്കാൻ നിൽക്കുന്നവരാണ് സുന്നികളെന്ന് കാര്യമായതിനെക്കുറിച്ച് പഠിക്കുക ഒന്നും ചെയ്യാതെ അവർക്ക് തോന്നുന്നത് പോലെ ചെയ്യുമെന്നാണ് പലരുടെ വിചാരം. കൃത്യമായി പഠിച്ച് കൊണ്ടല്ലാതെ ഒരാളെയും വലിയാക്കാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്തിലെത്തിക്കാനോ ഒരിക്കലും ഇത്തരത്തിലുള്ള ഫോട്ടോകൾ അനുവദനീയമെന്ന രീതിയിലാണ് ഈ ഗാനങ്ങളൊക്കെ കേൾക്കുന്നത്. ഇതിൽ പലരും വഞ്ചിതരാകുന്നുണ്ട്. ഇന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറൂന എന്ന ഹദീസിൽ കാണാം. ഫോട്ടോ നിർമ്മിക്കൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ മൊബൈലിലൊക്കെ വാൾപേപ്പറിലേക്ക് ഫോട്ടോ വെക്കുന്നത് വരെ അത്ര ശരിയല്ല എന്ന സൂക്ഷ്മതയുടെ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. നമ്മുടെ എല്ലാം ലില്ലാഹി അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. നാളെ പരലോകത്ത് ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകളാണ്. അവരെക്കുറിച്ച് ചർച്ച ചെയ്ത ഹദീസുകൾ നമുക്ക് പരിശോധിച്ചാൽ കാണുന്നുണ്ട്. അവരൊക്കെ ആരാണ്? അവർ അള്ളാഹുവിൽ തവക്കുലായി ജീവിച്ചവരാണ്. നമ്മുടെ ജീവിതം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. എന്തെങ്കിലും ചെറിയ അസുഖമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്നപ്പോഴേക്കും പലയിടത്തും രോഗചികിത്സക്കായി പോകുന്നവർ, ശരിക്കിലൂടെ രോഗചികിത്സിക്കുന്നവർ, എന്നിട്ട് പിന്നെ അവരെ വലിയായി കാണുക, പിന്നെ അവരുടെ ഫോട്ടോകൾ വീട്ടിൽ തൂക്കുക. മടവൂർ വലിയ വിമർശിച്ചു കൊണ്ടല്ല ഈ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഫോട്ടോകൾ വീട്ടിൽ പതിപ്പിക്കൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ആ വീട്ടിലേക്ക് വരില്ല എന്നാണ്. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ, ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ കേട്ട് അതിനെ ന്യായീകരിക്കാൻ പലരും രംഗത്ത് വരുന്നുണ്ട്. അത് മുഹബ്ബത്ത് കൊണ്ടാണ് പാടുന്നത്, അതിലൊരു തെറ്റുമില്ല എന്ന്.
കേൾക്കുന്ന സമയത്ത് എന്താ തോന്നുന്നത്? സാധാരണക്കാർ കേൾക്കുമ്പോൾ മടവൂർ ഷേഖാണ് പടച്ചോനെന്നും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോത്തിൽ ജീവനുണ്ടെന്നും ലോകത്ത് നടക്കുന്ന എല്ലാ ഹൈറും ഷറും സുഖവും ദുഃഖവും രോഗവും സമനവും വിജയം പരാജയം ഐശ്വര്യം ദരിദ്രയും എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. ജീവിച്ചിരിക്കുന്നവർക്കോ മരണപ്പെട്ടവർക്കോ ഇതിൽ യാതൊരു പങ്കില്ല. ഇതിനോട് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ മഹാരഥന്മാരെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നത് അതിലൊരു വിരോധമോ തെറ്റോ ഇല്ല. അങ്ങനൊരു പ്രാർത്ഥന നടത്തുന്നത് നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറെ സഹായകമാകാൻ വേണ്ടിയാണ്. അതിനേക്കാൾ അപ്പുറത്തുള്ള ചിന്താഗതികൾ, പടച്ചോനാണെന്ന ചിന്താഗതികൾ, അവിടുത്തെ ഫോട്ടോത്തിനെ ആരാധിക്കണമെന്നും അത് ജീവനുള്ള ഫോട്ടോ ആണെന്നും അത് കേവല ചിത്രമല്ല എന്ന രീതിയിൽ അത് ന്യായീകരിക്കാൻ വരുന്ന പലരും ഇത്തരത്തിലുള്ള ന്യായീകരണം കേൾക്കുമ്പോൾ സുന്നികൾക്ക് എന്ത് തോന്നിയാലും അതിന് എന്തെങ്കിലും ഹദീസുകൾ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട് എന്ന രീതിയിൽ എൻ്റെ പ്രിയമുള്ളവരെ, മൃഗങ്ങൾ, മനുഷ്യർ, ഇത്തരത്തിലുള്ള ജീവികൾ തീർച്ചയായും ഫോട്ടോകൾ വീട്ടിൽ വെക്കുന്നത് അത് വലിയ അപകടമാണ്. അത് നമ്മുടെ വീടിൻ്റെ ബർക്കത്തും റഹ്മത്തും നഷ്ടപ്പെടാൻ വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറും ഈ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ കള്ളസാക്ഷികളൊക്കെ ഉണ്ടല്ലോ, നാം ഇതൊക്കെ ഗൗരവത്തിൽ കണ്ടില്ല എങ്കിൽ തീർച്ചയായും മറ്റുള്ള പല ആളുകളും ഇതൊക്കെ നിസ്സാരമായി കാണും. പിന്നെ ഔലിയാക്കളവരും കണ്ടവരൊക്കെ അവർ പടച്ചോനാണെന്ന് പറഞ്ഞു നടക്കും. പിന്നെ ഇത്തരത്തിൽ പറയുമ്പോഴേക്കും അത് സാഹിത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുന്നവർ. മഹാന്മാരുടെ അരികിൽ പോവുക, പ്രാർത്ഥിക്കുക, ചെയ്യുക, ഇതൊക്കെ വലിയ പുണ്യമുള്ള കർമ്മവുമാണ്. അങ്ങനെ ചെയ്യുന്നത് പരിശുദ്ധ ദീനെതിരുമല്ല. ഇതൊക്കെ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാനേറെ സഹായകമാണ് എന്നതിൽ അപ്പുറം അവർക്കിത് കഴിവുണ്ട് എന്ന രീതിയിൽ ഒരിക്കലും ഒരു സുന്നിയാക്കളും ചെയ്യാറില്ല. അങ്ങനെ സാധിക്കുമോ? സാധിച്ചതായ എത്രയോ ചരിത്രങ്ങൾ പരിശുദ്ധമായ ദീനിലും ഖുർആനിലും ഹദീസുകളിലുണ്ട്. അവർക്ക് അസാധാരണമായ കഴിവുകളുണ്ട്. കഴിവ് പ്രകടിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ യാസാരിയാൽ ജബൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. എത്രയോ ദൂരത്തുള്ള ആളുകളെ വിളിച്ചു പറഞ്ഞത് അതൊക്കെ ഹദീസിൽ കണ്ടതാണ്. നൈൽ നദിയിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കടലാസ് കണ്ടം വിട്ടപ്പോഴേക്കും നദി ഒഴുകാൻ തുടങ്ങിയത്. ഒരു സുന്ദരിയായ പെണ്ണെ അവളെ ഒരുക്കി അവളെ ഇട്ടാൽ മാത്രമാണ് നദി ഒഴുകുക. അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. പരിശുദ്ധ ദീൻ അവിടെ പ്രാബല്യത്തിൽ വന്നപ്പോൾ അവിടുത്തെ ഗവർണറോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അത് ദീനിനെതിരാണെന്നും അതിന് പരിഹാരമായി ഉമർ റളിയല്ലാഹുവിനെ സമീപിക്കുകയും ഉമർ റളിയല്ലാഹു ഒരു ചെറിയ കടലാസ് എഴുതുകയും അത് നദി ഒഴുക്കുകയും ചെയ്തു. ആ ഒഴുക്ക് ഇന്നേവർക്ക് നിന്നിട്ടില്ല. ഇതൊക്കെ കറാമത്തുകളാണ്. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ടവർക്കും മഹാരഥന്മാർ അവരുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് പുണ്യകർമ്മമാണ്. പടച്ചോനായി കാണുക, ജീവനുള്ള ഫോട്ടോകൾ, അതുപോലെ ഫോട്ടോത്തിന് ജീവനുണ്ടെന്ന് പറയുക, ഫോട്ടോകൾ വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി പ്രേരണ നൽകുക, ഇതൊക്കെ പാടില്ലാത്ത കാര്യമാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു വീഡിയോയിൽ വരാൻ കാരണം അതിനെ ന്യായീകരിക്കാൻ പലരും രംഗത്ത് വരുമ്പോൾ വല്ലാത്ത ദുഃഖമുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.